ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ കയറി ആറ്റിറ്റ്യൂഡ് ഇട്ടാൽ ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് കയറുന്ന കുഞ്ഞിയുടെ ഒരു സ്വഭാവമാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ബിരിയാണിക്ക് വേണ്ടി ആദ്യം തന്നെ റൈസ് എല്ലാം നന്നായിട്ട് കഴുകി കുറച്ച് നേരം കുതിർക്കാനങ്ങ് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ബീഫാണ് ഇന്ന് വെക്കുന്നത്. ബിരിയാണി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ രണ്ടും മിക്സ് ചെയ്ത് വെക്കുന്നതല്ല കേട്ടോ, രണ്ടും സെപ്പറേറ്റ് ആണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം മിക്സ് ചെയ്ത് മസാലകളെല്ലാം ഇട്ട് അങ്ങ് കുക്കറിനകത്തോട്ട് അങ്ങ് വേവിക്കാൻ വെച്ച് കേട്ടോ. റൈസ് ഞാൻ ഉണ്ടാക്കുന്ന അടുപ്പത്താണ്. അപ്പോൾ അടുപ്പത്ത് റൈസിന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് കുറച്ച് ക്യാരറ്റൊക്കെ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ വാങ്ങിച്ചത്, പൈനാപ്പിൾ നമ്മൾ റൈസിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ സലാഡിന് കുറച്ച് വേണം. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണല്ലോ പൈനാപ്പിളിനകത്ത് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടത്. നമ്മൾ എപ്പോഴും പൈനാപ്പിൾ മേടിക്കുമ്പോൾ ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മുളക് പൊടി ഉപ്പിട്ട് പൈനാപ്പിൾ കഴിക്കാൻ. അങ്ങനെ നമ്മുടെ കറിയും റൈസും ഒക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത നെയ്യാണ് കേട്ടോ. അതിന് ഒരു പ്രത്യേക മണവും അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. കഴിക്കാനും നല്ല ഗുണവും മണവും ഒക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മുടെ റൈസിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സലാഡിനകത്തോട്ട് ഞാൻ പൈനാപ്പിൾ, തണ്ണിമത്തൻ, സവാള, ക്യാരറ്റ്, തക്കാളി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇട്ട് കൊടുത്ത് ഇളക്കിയതാണ്. നമ്മുടെ റൈസും പിന്നെ നമ്മുടെ ബീഫ് കറിയും അതുപോലെ സലാഡും എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ പപ്പടവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി കഴിച്ചാൽ മതി. അപ്പോൾ ബൈ.